സെന്ററിനുള്ളതാണ് അത്. നമുക്കുള്ളത് ധനാലയ, MCIR റീജിയണൽ സെന്റർ കൊച്ചി. ഞാൻ പറഞ്ഞു തരാം, വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ വേറെ ചോദ്യം? സ്റ്റഡി സെന്റർ ലോട്ട് നമ്മൾ സ്റ്റഡി സെന്റർ ബിഫോർ എക്സാം വിസിറ്റ് ചെയ്യണോ? അവർ വിളിച്ചാൽ പോവുക. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിലെ ലൈബ്രറി ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. സ്റ്റഡി സെന്ററിൽ എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അതിന് സ്റ്റഡി സെന്ററിന് ഇഗ്നോ കൃത്യമായിട്ട് ഫീസ് കൊടുക്കുന്നുണ്ട്. ഫോൺ എടുക്കാത്തത് മുബാറക് മാഷ് പറയേണ്ട ഉത്തരമല്ല. ചില ഉദ്യോഗസ്ഥർ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതും ചിലർ ചോദിക്കുമല്ലോ. അങ്ങനെ രണ്ട് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷെ മാന്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. ഇമെയിൽ അയക്കുക, റെഗുലറായിട്ട് ഇമെയിൽ അയക്കുക. ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം ക്ഷമയോടുകൂടി എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ ക്ഷമയോടുകൂടി ഉത്തരം തരാം. ഇപ്പം തന്നെ കിട്ടും സാർ, ഇപ്പം തന്നെ കിട്ടും സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈർഷ്യ, ദേഷ്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പ്രകടിപ്പിക്കാറില്ല, മൗനം ഉണ്ടാകും. അത്ര മൗനമാണെങ്കിൽ അർത്ഥം മാഷിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഉത്തരം തരും കേട്ടോ. ഓക്കെ, മലപ്പുറം സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. മലപ്പുറത്ത് 9 സ്റ്റഡി സെന്റർ ഉണ്ട്. മലപ്പുറത്ത് 9 സ്റ്റഡി സെന്റർ ഉണ്ട്, മലപ്പുറം ജില്ലയിൽ മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ പ്രിയപ്പെട്ടവരെ, 2 മണിക്കൂർ 26 മിനിറ്റിൽ കൂടുതൽ ഞാൻ ചെയ്തത് അത്രയേ ഉള്ളൂ. ശരിക്കും 11-ന് തുടങ്ങി 1:38 ഇനി എനിക്ക് ഒരുപാട് വർക്കുകൾ വേറെ ഉള്ളതാണ്. ഞാൻ നിങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്തവരെ ഇന്നത്തെ പരിപാടിയുടെ ഒരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടി ഓരോരുത്തരും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് നേരിട്ടൊന്ന് വരണം. അതിനു മുമ്പ് എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്യുക, ഒന്ന് വരിക. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. മൈക്ക് ഓഫ് ചെയ്യുക, വീഡിയോ ഓൺ ആക്കുക, എല്ലാവരും വരിക. 5 മിനിറ്റിൽ നമുക്ക് 3 മിനിറ്റിൽ മൈക്ക് ഓഫ് ചെയ്യുക, ഒന്ന് വീഡിയോയിൽ വരിക എല്ലാവരും. യെസ് നമ്മൾ ഒന്ന്. യെസ്, ഇനിയും കുറെ എണ്ണം വരാനുണ്ട്. യെസ് മൈക്ക് ഓഫ് ചെയ്യുക, വീഡിയോയിൽ വരിക. ഫൈൻ. ഇനിയും ഉണ്ട്. ആഷിഖ് റഹ്മാൻ ജി, ലോഹറിന്റെ സമയം കഴിഞ്ഞിട്ടോ. ഓക്കെ, സാഹിറ ലത്തീഫ്, യെസ്. സിറാജുദ്ദീൻ, UAE-യിലല്ലേ സിറാജു? ഓക്കെ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഖത്തറിലെ യെസ്. നമുക്ക് വിദേശ പ്രതിനിധികൾ കാനഡയുടെയൊക്കെ പാവം ഉറങ്ങിയിട്ടില്ല. എന്റെ പൊന്നു പ്രവീനെ, എന്നെ കൊല്ലുവോ? ഉറങ്ങിയിട്ടില്ല. നാളെയല്ലേ ഞായറാഴ്ച അവിടെ? അല്ലെ, അപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഓക്കെ വെരി ഗുഡ്. സാറ്റർഡേ സൺഡേ ഹോളിഡേ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. അപ്പോ സിജോ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തൃശ്ശൂരിലെ സിജോ, ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻ ഒന്ന് പറയൂ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി. അവർ മാത്രം മൈക്കൊന്ന് ഓൺ ആക്കിയിട്ട്. യെസ്, പറഞ്ഞോളൂ സിജോ. ഞാൻ ക്ലാസ്സിലേക്ക് കയറിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, പക്ഷെ നല്ലൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. പിന്നെ ഞാനിപ്പോ BA ഹിസ്റ്ററിയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്? ഇത്ര നേരം പറഞ്ഞത് ഇതൊക്കെ ഇനി വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഒരാൾ ചോദിച്ചോളൂ. അല്ല, ഒരു ഇവാലുവേഷൻ പറയൂ കേട്ടോ. ഇപ്പൊ ഇവാലുവേഷന്റെ ടൈമാണ്. ഇന്നത്തെ യോഗത്തെ പറ്റി ഒരു ഒപ്പീനിയൻ. യെസ്, ആൽഫിയ, ഗ്രീഷ്മ, സിയ, സിറാജുദ്ദീൻ പറഞ്ഞോളൂ. സിറാജു, നമസ്കാരം. വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. തീർച്ചയായിട്ടും പുതിയ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ അറിവുകളില്ല. അതുപോലെ തന്നെ പ്രോഗ്രാമിനെ കുറിച്ച്, പ്രൊസീജിയേഴ്സ്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയാസ് ഒക്കെ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മുബാറക് മാഷ് വളരെ ആക്റ്റീവായിട്ട് നമ്മളെക്കാളും താല്പര്യം സാറിനാണെന്ന് കാണിക്കുന്ന രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവിധ നന്ദിയും അറിയിക്കാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തൊരാൾ. യെസ്, ഷബീഹ.
പറഞ്ഞോളൂ. യെസ് ഷബീഹ പറഞ്ഞോളൂ. മൈക്ക് ഞാന് ക്ലാസ് നല്ല കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാറ് സംസാരവും കാര്യമൊക്കെ. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു. സബീഹ ഏതാ പ്രോഗ്രാം? ഞാൻ BA PC സൈക്കോളജി. ഓക്കെ, സൈക്കോളജി. ഗുഡ്. താങ്ക് യു. യെസ് അൻവർ BA എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മൊബൈൽ. പേര് നിഷിജ എന്നാണ്. നിഷിജ. കൊറേ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ക്ലാസ് ഇരുന്നപ്പോ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, 2 ആഴ്ച മുന്നത്തെ കല്യാണം ഉള്ളത് കൊണ്ട്. അപ്പൊ ഇന്നാണ് അറ്റൻഡ് ചെയ്തത്. വളരെ കൊറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ക്ലിയർ ആയി. MSW കൗൺസിലിംഗ് എടുത്തിട്ടുള്ളത്. വെരി ഗുഡ്, ഫൈൻ. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും അത് 2ാം ഘട്ടത്തിൽ അടുത്ത മീറ്റിംഗിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. എവരി സെക്കൻഡ് സൺഡേ ആൻഡ് 4th സൺഡേ വി വിൽ മീറ്റ്. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു. യെസ് മുംതാസ് സവാഫ്. പറഞ്ഞോളൂ മക്കളെ. നല്ല വളരെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ ഞാന് 2008 എഡ്യൂക്കേഷൻ നിർത്തി ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് പഠിച്ചിറങ്ങിയത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കാം. അപ്പൊ അതിന്റെ എനിക്ക് സാറിനോട് ഒരു വേറൊരു ഡൗട്ടാണ്. ഈ TUV സ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, സർട്ടിഫിക്കറ്റ് ഞങ്ങക്ക് ഇതിന്റെ തരുന്നുണ്ട്. ഇതിന്റെ വാല്യുവേഷനെ പറ്റിയിട്ടൊന്ന്, വാല്യൂ എന്താന്നുള്ളത്. TUV സ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. അത് വേറെ ഒരു സ്ഥാപനത്തിന്റെയാണോ? അത് ഈ ISI മുദ്രയൊക്കെ പോലെ, മുട്ടയ്ക്ക് അഗ്മാർക്ക് മുദ്ര കൊടുക്കുന്നത് പോലെ, ഇഗ്നോയ്ക്ക് NAC A++ കൊടുത്തത് പോലെ ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ. സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ. ഇന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നുപോയി. കോളേജുകളിലൊക്കെ നമ്മളുടെ സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ അസാപ്പ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. അതുപോലുള്ള ഒരു പ്രോഗ്രാം എന്തെങ്കിലും തന്നിട്ട് നമുക്കും ഒരു പ്രോഗ്രാം ഉണ്ട്. അധികപക്ഷം നാളെയോ മറ്റന്നാളോ ഞാൻ വീഡിയോയിൽ അത് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഗ്നോയുടെ ഒരു സർട്ടിഫിക്കറ്റ് തരാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു ഓത്ത്, ലഹരിക്കെതിരെ ഒരു ഓത്ത് ഉണ്ട്, ഒരു പ്രതിജ്ഞയുണ്ട്. അത് അടുത്ത നാളെയോ മറ്റന്നാളോ ആ വീഡിയോ ഇറങ്ങും. ആ വീഡിയോ കണ്ടാൽ അതേ രൂപത്തിൽ പോയാൽ, ഇപ്പൊ മോൾക്ക് UAVO ഏതാണ്? TUV നമ്മൾ ISO 2008 2020 എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് പോലത്തെ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇഗ്നോ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. അത് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മളുടെ പീരീഡ് ടൈം വളരെ കൂടിപ്പോയതുകൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഗ്നോയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചും തരാം, വീഡിയോയിൽ ഞാൻ കാണിച്ചും തരാം. ഓക്കെ, ഞാൻ ഒരു NSS വോളണ്ടിയർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. പിന്നെ മറ്റൊന്ന്, ഉന്നത ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇഗ്നോയ്ക്ക് ഉണ്ട്. എല്ലാ കോളേജുകളിലും ഉണ്ട് ഉന്നത ഭാരത് അഭിയാൻ. നമ്മൾ SSA കേട്ടില്ലേ, സർവശിക്ഷ അഭിയാൻ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ SSK 9, 10, 11, 12 ക്ലാസ്സുകൾക്ക് സർവശിക്ഷ കേരള SSK. അതിന്റെ മറ്റൊന്നാണ് ഉന്നത ഭാരത് അഭിയാൻ എന്ന് പറയുന്ന UBA. അതേപോലെ സ്വയം കോഴ്സസ് ഉണ്ട്. ഇതിന്റെയൊക്കെ വിവിധ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, യെസ് സിയ. ഹലോ സർ, ഞാൻ ചോദിക്കട്ടെ. ഞാന് BA പൊളിറ്റിക്കൽ സയൻസ് ഹോണേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഫാത്തിമ തസ്രീന. ഓക്കെ, എനിക്കിപ്പോ BA ഇംഗ്ലീഷിലോട്ട് ഹോണേഴ്സിലോട്ട് മാറാന്നൊരു താല്പര്യം. കർണാടക. യെസ്, നമ്മ പേസിയിരിക്കോ? തമിഴ് തെരിയുമാ? അല്ല, എനിക്ക് മലയാളം അറിയാം. മലയാളത്തിൽ തന്നെ. ഓക്കെ. എനിക്ക് തമിഴിൽ കിട്ടിയാൽ ഞാൻ കുറച്ച് തമിഴ് അങ്ങ് കാച്ചു. ഓക്കെ, അത് ഒരു സന്തോഷത്തിന്റെ വർത്തമാനമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കന്നഡ അറിയില്ല. അവിടെ ഉറുദു
ഓക്കെ. അപ്പൊ മോളെ നമുക്കത് മാറ്റിയെടുക്കാം, മാഷ് സഹായിച്ചു തരാം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഉള്ളവർ തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട്. ലബീഹ നമുക്ക് മാറ്റാം കേട്ടോ, എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. യെസ് ലബീബ, യെസ് പറഞ്ഞോളൂ മോള്. ലബീബ യെസ് ലബീബ ലബീബ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല 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 അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അൺമ്യൂട്ട് അൺമ്യൂട്ട്. ഓക്കെ മുബാറക് സാർ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ലബീബ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ 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 യെസ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അറബിക്ക് ആരും വന്നില്ല. ഇപ്പൊ അവര് സത്യത്തിൽ പള്ളിയിലായിരിക്കും. സിറാജുദ്ദീൻ ഉണ്ട്. ഞാൻ അറബിക്കാണ്, അതെ എം എ അറബിക്കം. പക്ഷെ ഗൾഫിലായതുകൊണ്ട് ടൈം വ്യത്യാസമാണ്. മറ്റേ ലോഹറിന്റെ ടൈമാണല്ലോ. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. സമയം ഒരുപാട് ആയി. എല്ലാവർക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആരാണ് ഒരാൾ വന്ന് എല്ലാവർക്കും നന്ദു നാരായൺ, നന്ദു നന്ദു ഹോസ്പിറ്റലിലാണ്. ഓക്കെ യെസ് യെസ് പറഞ്ഞിരുന്നു 2 ദിവസം മുമ്പ്. ആരെങ്കിലും ഒരാൾ വന്ന് വോളണ്ടറി വന്ന് ഒരാൾ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കും എല്ലാവർക്കും. സിറാജുദ്ദീൻ വരികയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്നോക്ക് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം മുബാറക് സാറിന്റെ നിരന്തരമായിട്ടുള്ള നമ്മുടെ സപ്പോർട്ടും ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച്മെന്റ്സിനൊക്കെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആളുകൾ അവരുടെ നോളജ് ഷെയർ ചെയ്തു, അതുപോലെ തന്നെ പരിചയപ്പെട്ടു. എല്ലാവർക്കും എല്ലാവിധ നന്ദിയും എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ പ്രിയപ്പെട്ടവരെ, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. 1000 നന്ദി എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ നല്ല ഒരു രസകരമായ ഒരു മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വിഷ് യു ഓൾ ദ സക്സസ്. മടി കൂടാതെ എന്തിനും നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരിത്തിരി ഗ്യാപ്പ് തരണം എന്നുള്ളതാണ്. തിടുക്കം കാണിക്കാതെ എന്നോട് ചോദിച്ചാൽ ഞാൻ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഇടങ്ങേറുകളുണ്ട്. ഓക്കെ, എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. യോഗം അവസാനിച്ചു.